പല ആളുകൾ തന്നെ അല്ലെങ്കിൽ നാട്ടുകാർ വീട്ടുകാരൊക്കെ അയാളെ കാണുന്നത് എന്തായിട്ടാണ്, അയാളുടെ ഭൂതകാലം എന്തായിരുന്നു. ഒരു കല്യാണാലോചന വന്നു, എന്താ നോക്കുന്നത്, ഇതുവരെയുള്ള ഈ ചെറുക്കൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ജീവിതം എങ്ങനെയാണ്, ഉഴപ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒഴിവാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ പെങ്കൊച്ച് വല്ലാതെ ജീവിച്ചൊരു പെങ്കൊച്ചാ, വേണ്ട. എന്തിനെയാണ് നമ്മൾ നോക്കുന്നത്? പാസ്റ്റ് ലൈഫ്. യേശു അത് നോക്കില്ല. ഗ്രേസ് വന്നിട്ട് നമ്മെ വേറൊരു ഡെഫിനിഷനിൽ കൊണ്ടുവരും, വേറൊരു റെസല്യൂഷനിൽ കൊണ്ടുവരും, വേറൊരു വ്യക്തിത്വമായി നമ്മുടെ മൂല്യം മാറും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടി പോലെയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ സാധാരണ നമ്മൾ രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോകുന്നതിന് മുന്നമേ കണ്ണാടിയിലേക്ക് നോക്കി ഒരുങ്ങി ശരിയായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഇറങ്ങുന്നത് പോലെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയൊരു അസുലഭ സന്ദർഭം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ദൈവവചന കേൾവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കേൾവിക്ക് വേണ്ടിയിട്ടുള്ള സമയം അതെടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കർത്താവ് അതിന് കൂടുതലായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ കോസ്പോൺസസ് ഗുജറാത്തിൽ നിന്ന് സിസ്റ്റർ സുനിതയാണ് ആദ്യത്തേത്. ഇന്ന് മകൾ അഞ്ജനയുടെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മകൾക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാകുവാൻ, രണ്ടാമത്തെ മകൾക്ക് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കോസ്പോൺസർ കൂടിയുണ്ട്. ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെംനയാണ്. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ജോലിയിലും ബിസിനസ്സിലും സാമ്പത്തികത്തിലും എല്ലാത്തിലും പുനഃസ്ഥാപനം ഉണ്ടാകാൻ, മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ ഞങ്ങൾ കടന്നു വരികയാണ്. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ ഉണ്ടാകുക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന മാസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് 4-ാം തീയതി തിരുവനന്തപുരത്ത് എക്സ്ട്രാ വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും അതുപോലെ വചന സന്ദേശത്തിലേക്കും നമുക്ക് കടക്കാം. യേശുവിൽ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ, ഓ ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ. ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകഭാരം മേറിയാലും യേശു രക്ഷകനൻ താങ്ങും തണലുമായി, അവൻ എന്നെ മറക്കുകയില്ല,
കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ഓ ശാരോനിൻ പനി നീർപുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ. ഓ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനെ. വെൽക്കം ബാക്ക്. ഇന്നത്തെ മാർച്ച് 11 വെനസ്ഡേ, ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് ഗ്രേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഗ്രേസ്. കാരണം ആ ഒരു ഗ്രേസ് പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേസ് ഏജസിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് കമൻറ്റ് സെക്ഷനിലേക്ക് ഓടിച്ചെല്ലുക. ഗ്രേസ്, കൃപ, കൃപ, കൃപ 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, വാ കൊണ്ട് പറയുക. ഈ കമൻറ്റ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തവരെ ലൈവ് ചാറ്റിൽ അങ്ങിടുക. ഗ്രേസ്, വാ കൊണ്ട് പറയുക ഗ്രേസ്. 1 Corinthians 15:10, 1 Corinthians 15:10. But by the grace of God I am what I am, and his grace to me was not without effect. ഞാനാകുന്നത് കൃപയാലാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. അതിനുശേഷം പല കാര്യങ്ങളിൽ പിന്നെ പറയുന്നുണ്ട്. ഡെക്ലറേഷൻ നോക്കാമോ? ഗ്രേസ് എംപവേഴ്സ് മീ ടു ബിൽഡ് ബിയോണ്ട് മൈ സ്ട്രെങ്ത്. എൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ, എൻ്റെ ശക്തിക്കപ്പുറത്ത് പണിയുവാൻ കൃപ എന്നെ ശക്തനാക്കുന്നു, ശക്തയാക്കുന്നു. വാവുകൊണ്ട് പറയുക, ഗോഡ്സ് എബിലിറ്റി വർക്ക്സ് ത്രൂ മൈ വീക്ക്നെസ്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിലൂടെ പ്രവർത്തിക്കുന്നു. ഭയങ്കരമായ ഒരു പ്രഖ്യാപനമാണ്. അത് കുറിച്ച് വെച്ച ശേഷം അത് വാവുകൊണ്ട് പറയണം. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്നത്തെ വചനഭാഗങ്ങൾ വായിക്കണേ. ഗ്രേസ്, 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 ഗ്രേസ്. 4 കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ പേജ് 4 ആക്കി ഡിവൈഡ് ചെയ്യുക. 1, ഗ്രേസ് ഡിഫൈൻസ് ഹൂ യു ആർ. നിങ്ങൾ ആരാണെന്നുള്ളത് നിർവചിക്കുന്നത് കൃപയാണ്. ദൈവകൃപയാണ് നിങ്ങൾ ആരാണെന്നുള്ളത് നിർവചിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ളത് ദൈവകൃപയാണ് നിർവചിക്കുന്നത്. കാരണം പൗലോസ് പറഞ്ഞത് ഇപ്പോൾ കേട്ടായിരുന്നോ? ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നത് തന്നെ കൃപയാലാണ്. അപ്പോൾ എൻ്റെ അസ്തിത്വം, എൻ്റെ സ്വത്വം, എൻ്റെ ഐഡൻറ്റിറ്റി, അതാണ്. ഐഡൻറ്റിറ്റി ഈസ് നോട്ട് സെൽഫ് മാനുഫാക്ചേർഡ്, ഇറ്റ് ഈസ് ഗ്രേസ് ഷേപ്ഡ്. എൻ്റെ സ്വത്വം അല്ലെങ്കിൽ എൻ്റെ തനിനിറം, ഞാൻ ആരാണോ അത് സ്വയമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. ദൈവകൃപയാണ് എന്നെ രൂപപ്പെടുത്തുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, കൈ ഉയർത്തി പറഞ്ഞ്, ദൈവകൃപയാണ് എന്നെ പണിയുന്നത്, ദൈവകൃപയാണ് എന്നെ രൂപപ്പെടുത്തുന്നത്, ദൈവകൃപയാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. ഞാനാകുന്നത് കൃപയാലാകുന്നു. എല്ലാ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, ഞാനാകുന്നത് കൃപയാലാകുന്നു. പ്രഭാതത്തിൽ തന്നെ ഇത് കാണുന്നവർ ഉറക്കങ്ങിരുന്ന് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാകുന്നു. കൃപയാണ് എന്നെ നിർവചിക്കുന്നത്. ഐ ആം ഡിഫൈൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. വാവ്! ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ ചാർജായിട്ടു. വാവ്! പോൾ വാസ് വൺസ് എ പെർസിക്യൂട്ടർ. ഇത് പറയാൻ കാരണം, ഈ എഴുതിയ ആൾ ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച മർദ്ദകനും കൊലപാതകിയും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു. ഗ്രേസ് റീറോട്ട് ഹിസ് സ്റ്റോറി. എന്നാൽ ദൈവകൃപ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ കഥ മാറ്റി എഴുതി. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി, എൻ്റെ കണ്ണിലേക്ക് നോക്ക്. ദൈവകൃപ, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ദൈവകൃപ
നിങ്ങളുടെ കഥ മാറ്റി എഴുതാൻ പോവുക. ഇതുവരെയുള്ളത് വിട്ടേക്ക്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ സ്റ്റോറി മാറുകയാണ്. ബിക്കോസ് ഗോഡ്സ് ഗ്രേസ് ഈസ് എ സ്റ്റോറി ചേഞ്ചർ. നിങ്ങളുടെ കഥ മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എൻ്റെ കഥ ഇവിടെ മുതൽ മാറുകയാണ്. ടൈപ്പ് ചെയ്തിടുക. കൃപ എൻ്റെ കഥ മാറ്റി എഴുതുന്നു. ഐ ആം റിയലി എക്സൈറ്റഡ്. നിങ്ങൾ വീട്ടിലോട്ട് വന്നിരുന്ന് നിങ്ങളുടെ തൊട്ടടുത്തൊരു കസേര ഇട്ടിരുന്ന് നിങ്ങളൊരു കട്ടൻ ചായ തരുവാണെങ്കിൽ കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണിൽ നോക്കി എനിക്കത് പറയണമെന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുക. ദൈവകൃപ എൻ്റെ കഥ മാറ്റി എഴുതുകയാണ്. പറ. കമൻറ്റ് സെക്ഷനിൽ അടിക്കുക, ലൈവ് ചാറ്റിലിടുക, ഫേസ്ബുക്കിലുള്ളവരവിടെ, നിങ്ങളെവിടെയാണ് അവിടെയൊക്കെ എഴുതി വെക്കുക. ഒത്തിരി പേർക്ക് അതൊക്കെ അയച്ചു കൊടുക്കുക. എഫീസിലേക്ക് 2:8 Ephesians 2:8 For it is by grace you have been saved. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം പ്രവൃത്തികളാലല്ലോ, പുണ്യപ്രവൃത്തികളാലല്ലോ, കറപുരണ്ട തുണി കൊണ്ടല്ലോ. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. റോമൻസ് 5:17 റോമാലേഖനം 5:17 റെയിനിങ് ഇൻ ലൈഫ് ത്രൂ ഗ്രേസ്. നിങ്ങളിന്ന് ജീവിതത്തിൽ വാഴുന്നത് കൃപയാലാകുന്നു. ടൈറ്റസ് 2:11 തീത്തോസിൻ്റെ ലേഖനം 2:11 ഗ്രേസ് ഹാസ് അപ്പിയർഡ് ബ്രിങ്ങിങ് സാൽവേഷൻ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദയം ചെയ്തുവല്ലോ. സൂര്യനിങ്ങനെ ഉദിച്ചുയരുന്നത് പോലെ സകല ഭൂസീമാവാസികളും രക്ഷപ്പെടുവാനുള്ള ദൈവകൃപ ഇങ്ങനെ ഉദയം ചെയ്തിരിക്കുന്നു. ഉയർന്ന് അവിടെ നിൽക്കുകയാണ് പ്രകാശിച്ചുകൊണ്ട്. ആർക്കും രക്ഷപ്പെടാം. ചില ആളുകൾക്ക് ഇത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. 1000 പേരെ കൊന്ന ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിലിട്ട്. 1000 പേരെ കൊന്ന ആൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്നിട്ടേ കാണട്ടെ. 1000 പേരെ കൊന്ന ഘാതകന്, കുലപാതകിക്ക് സ്വർഗത്തിൽ പ്രവേശനമുണ്ടോ? കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെക്കാൾ മുമ്പ് ചുങ്കക്കാരും വ്യഭിചാരികളും പാപികളും ദൈവരാജ്യത്തിൽ കടക്കുന്നു. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ്? കൃപ. എങ്ങനെയാണത്? മാനസാന്തരപ്പെടണം. ഒന്ന്, അവരെ ചെയ്ത പാപത്തെ ഓർത്ത് ചുമ്മാ കർത്താവ് അതല്ല, ജെനുവൈൻ റിപ്പൻറ്റൻസ് അകത്ത് വന്നെന്നിരിക്കട്ടെ. കൂടാതെ അകത്ത് ഭയങ്കരമായ മാനസാന്തരമുണ്ടായിട്ട് എനിക്കൊരു രക്ഷകൻ ആവശ്യമാണ്, എനിക്ക് ദൈവകൃപ വേണം, ഞാൻ നരകത്തിലോട്ടാണ് പോകുന്നത് എന്നറിഞ്ഞ് യേശുവിനെ സ്വീകരിക്കുമ്പോൾ, രക്ഷകനായ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കൃപ വന്ന് അകത്ത് നിറയുകയാണ്. അതോടെ പിന്നെ അവൻ്റെ സ്റ്റോറി മാറി നേരെ പോകുന്ന സ്വർഗത്തിലേക്കാണ്. അതല്ലേ ക്രൂശിലേക്കാളും രക്ഷപ്പെട്ടത്. ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പ്രവൃത്തിയാലല്ല, ക്രൂശിൽ തൻ്റെ വശത്ത് ക്രൂശിൽ കിടക്കുന്ന ആ രക്ഷകനിൽ വിശ്വസിച്ചപ്പോൾ അവൻ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കുമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞു. സകല ലോകത്തോടും വിളിച്ചു പറഞ്ഞില്ലേ. ഗ്രേസ് ഈസ് നോട്ട് ഓൺലി ഫോർഗിവ്നെസ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. കൃപ എന്ന് പറയുന്നത് ഒരു പാപക്ഷമ കിട്ടി, ഇതുവരെയുള്ള പാപം അങ്ങ് മോചിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടാം. അതല്ല, ലൈഫ് മാറുകയാണ്. സാധാരണ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ, ഡോക്യുമെൻറ്റുകൾ, ഈ ആധാരം പോലെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ രജിസ്ട്രാറുടെ അല്ലെങ്കിൽ ബാങ്കാണെങ്കിൽ ബാങ്കിലെ മാനേജറുടെ ഒരു സീലടിക്കും. അതോടുകൂടിയാണ് അത് ലീഗലായി മാറുന്നത്. ഇതുപോലെ ഗ്രേസ് ഈസ് ഹെവൻ സ്റ്റാമ്പ് ഓർ സീൽ അപ്പോൺ അവർ ലൈഫ്. സ്വർഗത്തിൻ്റെ ഒരു സീലടിക്കും, സ്വർഗത്തിൻ്റെ ഒരു സ്റ്റാമ്പ് അടിക്കുന്നതാണ് കൃപ. എത്ര പേർക്ക് മനസ്സിലായി? സ്വർഗത്തിൻ്റെ സ്റ്റാമ്പ് നമ്മുടെ മേൽ വീഴുകയാണ്. നമ്മൾ മുദ്രകുത്തി കർത്താവിൻ്റെ കുഞ്ഞായി മാറി. യു ആർ നോട്ട് ഡിഫൈൻഡ് ബൈ യുവർ പാസ്റ്റ്, യു ആർ ഡിഫൈൻഡ് ബൈ ഹിസ് ഗ്രേസ്. പല ആളുകൾ തന്നെ അല്ലെങ്കിൽ നാട്ടുകാർ, വീട്ടുകാരൊക്കെ അയാളെ കാണുന്ന എന്തായിട്ടാണ്? അയാളുടെ ഭൂതകാലം എന്തായിരുന്നു? ഒരു കല്യാണാലോചന വന്നു, എന്താ നോക്കുന്നത്? ഇതുവരെയുള്ള ഈ ചെറുക്കൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ജീവിതം എങ്ങനെയാണ്? ഉഴപ്പനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒഴിവാണ് കേട്ടോ എന്ന് പറയും. അപ്പോൾ പെങ്കൊച്ച് വല്ലാതെ ജീവിച്ചൊരു പെങ്കൊച്ചാ, വേണ്ട. എന്തിനെയാണ് നമ്മൾ നോക്കുന്നത്? പാസ്റ്റ് ലൈഫ്.
യേശു അത് നോക്കില്ല. ഞാൻ എന്നെ തന്നെ നോക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ പരാജയങ്ങൾ, എൻ്റെ കഴിവുകൾ, ഞാൻ കാണിച്ചിട്ടുള്ള കുരുത്തക്കേടുകൾ, ഇതൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിച്ച് എന്നെ വിലയിരുത്തി എനിക്കൊരു വില ഇടുന്നത്. പാസ്റ്റ് ലൈഫിനെ നോക്കിയാണ്. ഗ്രേസ് വന്നിട്ട് ഒരു റെവല്യൂഷൻ കൊണ്ടുവരും. ഗ്രേസ് വന്നിട്ട് നമ്മെ വേറൊരു ഡെഫിനിഷനിൽ കൊണ്ടുവരും, വേറൊരു റെസല്യൂഷനിൽ കൊണ്ടുവരും, വേറൊരു വ്യക്തിത്വമായി നമ്മുടെ മൂല്യം മാറും. മൂല്യച്യുതിയുള്ള പാസ്റ്റ് ലൈഫിൽ നിന്നും വിലയേറിയവനും മാന്യനുമാക്കി നമ്മെ മാറ്റുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു സ്തോത്രം ചെയ്യപ്പാ. ഹല്ലേലൂയ പറ. താങ്ക് യു ജീസസ് പറ. എല്ലാവരും കൈകൾ ഉയർത്തി താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇതെന്താ ഈ പറയുന്നേ? എനിക്ക് കുടിച്ച് പൂസായ പോലത്തെ ലഹരിയാണ് കേട്ടോ വരുന്നത്. ഹല്ലേലൂയ. ഈ ഗ്രേസ് ഇല്ലായിരുന്നു ഞാൻ എവിടെ പോകുമായിരുന്നു? ഈ ഗ്രേസ് ഇല്ലായിരുന്നു നിങ്ങളെവിടെ പോകുമായിരുന്നു? നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ പ്ലാനറ്റ് എർത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? ന്യായവിധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഗ്ലോബിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ കൃപയാൽ അവൻ രക്ഷിച്ച് ഒരിക്കലും നശിക്കാത്ത ഇളകാത്തൊരു രാജ്യം നൽകി നിത്യാവകാശത്തിലാക്കും അവൻ്റെ മക്കളാക്കി രാജകീയ പുരോഹിത വർഗമാക്കിയൊക്കെ മാറ്റുന്ന ആ കാര്യം ഒന്നിരുന്ന് ചിന്തിക്കുക. ഈ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, ഇവളെന്നോട് അങ്ങനെ പറഞ്ഞു, എന്നാൽ മാനേജർ അങ്ങനെ പറഞ്ഞു, അവിടെ അച്ചിങ്ങ മേടിക്കാൻ പോയ സമയത്ത് ആ കടക്കാരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബാക്കി പൈസ തന്നില്ല, ഓട്ടോറിക്ഷക്കാരൻ 10 രൂപ കൂടുതൽ മേടിച്ചു. ഇതൊക്കെയല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ കൃപ കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ നിത്യമായ ഈ കൃപ ഒന്ന് ധ്യാനിക്കുക. ഓട്ടോറിക്ഷക്കാരൻ മാഞ്ഞു പോകും, അച്ചിങ്ങക്കാരൻ മാഞ്ഞു പോകും, കമ്പോളക്കാരൻ മാഞ്ഞു പോകും, അയാൾ ക്രൂരമായി സംസാരിച്ചവൻ മാഞ്ഞു പോകും. അവസാനം യേശുവിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ തെളിയാൻ തുടങ്ങും. ഒരു വലിയ ഹല്ലേലൂയ പറ. ആമേൻ. നമ്പർ 2 എഴുതുക. ഗ്രേസ് എംപവേഴ്സ് എഫേർട്ട്. കൃപ നമ്മുടെ അധ്വാനത്തെ ശക്തീകരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യത്തെ കൃപ ശക്തീകരിക്കും. കാരണം 1 കൊരിന്ത്യർ 15:10 ഫസ്റ്റ് പാർട്ട് മാത്രം നമ്മൾ ആദ്യം വായിച്ചുള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഹിസ് ഗ്രേസ് ടു മീ വാസ് നോട്ട് വിതൗട്ട് ഇഫക്റ്റ്. എന്നോടുള്ള അവൻ്റെ കൃപ പാഴായില്ല. നോ, ഐ വർക്ക്ഡ് ഹാർഡർ ദൻ ഓൾ ഓഫ് ദം, യെറ്റ് നോട്ട് ഐ ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വാസ് വിത്ത് മീ. വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് അവരെല്ലാവരെക്കാളും അധികം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, പക്ഷെ ഞാനല്ല. ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് വാസ് വിത്ത് മീ. എന്നോട് കൂടെയുള്ള അവൻ്റെ കൃപയത്രേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സോ ഗ്രേസ് ഡസ് നോട്ട് റിമൂവ് എഫേർട്ട്, ഇറ്റ് എനർജൈസസ് ഇറ്റ്. കൃപ വന്നു എന്നതുകൊണ്ട് ഞാനതെല്ലാം രക്ഷിക്കപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ആരോടൊന്നും പറയാതെ ഇങ്ങനെ അങ്ങ് ഇത് കിട്ടിയത് കളയാതെ അങ്ങ് ജീവിച്ച് സ്വർഗത്തിലെത്തിയാൽ മതി. അല്ല, അധ്വാനിക്കണം, കൃപയിൽ അധ്വാനിക്കണം. ഗ്രേസ് ഡസ് നോട്ട് റിമൂവ് എഫേർട്സ്. നമ്മുടെ പ്രയത്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ, നമ്മുടെ പ്രവൃത്തിയെ ഇല്ലാതാക്കുന്നില്ല. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ട, പ്രവൃത്തിയാലല്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷം പ്രവൃത്തികൾ ചെയ്യണം. എഫെസ്യ ലേഖനം 2:10 അത് എഴുതിയിട്ടുണ്ട്. പകരം ഇറ്റ് എനർജൈസസ് ഇറ്റ്. കൂടുതൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. ഞാൻ എൻ്റെ ചങ്കിൽ എന്ന് പറയുക, ദൈവമക്കളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഇതാദ്യമായിട്ടാണ് കാണുന്നതായിരിക്കാം, പണ്ട് മുതൽ കാണുന്ന ആളായിരിക്കാം, പഴയ മെമ്പറായിരിക്കാം, സീനിയറിറ്റി ഉണ്ടായിരിക്കാം. എല്ലാവരോടും ഞാൻ പറയുകയാണ്, രക്ഷിക്കപ്പെട്ടോ ഒരു ദിവസം വെറുതെ കളയരുത്. ആരോടെങ്കിലും സുവിശേഷം പറയുക, കർത്താവിനെക്കുറിച്ച് പറയുക, അധ്വാനിക്കുക, ട്രാക്റ്റ് കൊടുക്കുക, പ്രാർത്ഥനയ്ക്ക് വിളിക്കുക, ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ട, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇനി കർത്താവിനെ സേവിക്കണം, ശുശ്രൂഷിക്കണം. ഞാനത് പറയുന്നത്, എല്ലാ ഞായറാഴ്ചയും ഒരു ചർച്ചിൽ പോയി 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇരുന്നിട്ട് ഒരു സ്വതന്ത്ര കാഴ്ചിട്ട് പോരുന്ന പരിപാടി അവസാനിപ്പിക്കുക. നമ്മളെ സൺഡേ ക്രിസ്ത്യൻസ് ആയിട്ടല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, സൺഡേ ബിലീവേഴ്സ്, സൺഡേ മക്കളായിട്ടല്ല. ഞാൻ ചോദിക്കട്ടെ, സൺഡേ പുത്രന്മാർ എന്ന് പറഞ്ഞ പുത്രന്മാരുണ്ട്, ഞായറാഴ്ച മാത്രം മോനാണ്, ബാക്കി ദിവസങ്ങളിലൊക്കെ ഔട്ട്സൈഡർ, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എവ്രി ഡേ ക്രിസ്ത്യൻ, എവ്രി ഡേ ബിലീവർ, എവ്രി ഡേ സൺ ഓഫ് ഗോഡ്, എവ്രി ഡേ ഡോട്ടർ ഓഫ് ഗോഡ്. ഇത്രേ ഉള്ളൂ. വചനങ്ങൾ കുറിച്ച് വെച്ചോ. 2 Corinthians 12:9.
2 കൊരിന്ത്യർ 12:9 മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ എനിക്ക് മതി എന്ന് പറ. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്ത്, കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. ഞാനിത് പറഞ്ഞാലും പലരും ചെയ്യുന്നില്ല. എനിക്ക് വലിയ വിഷമമുണ്ട്. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക. ജനങ്ങൾ അറിയട്ടെ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. എല്ലാവരും പറ, കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. ആവർത്തിച്ച് പറ, കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. നെഞ്ചത്തടിച്ച് പറ, കർത്താവിൻ്റെ കൃപ എനിക്ക് മതി. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ എന്ത് വേണം പിന്നെ? ഫിലിപ്പ് ലേഖനം 2:13, ഫിലിപ്പിൻസ് 2:13, ഗോഡ് വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട്. അവിടെ പറയുന്നതനുസരിച്ച് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഹീബ്രൂസ് 4:16, എബ്രായ ലേഖനം 4:16, റിസീവ് ഗ്രേസ് ടു ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ്. തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് അവൻ്റെ കൃപാസനത്തിൽ കൂടി ചെന്നുള്ളതാണ് പറയുന്നത്. തക്ക സമയത്ത് കൃപ ലഭിക്കാൻ, തക്ക സമയത്ത് റിസീവ് ഗ്രേസ് ടു ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ്. ഈ തക്ക സമയം എന്ന് ഉദ്ദേശിച്ചത് ആവശ്യ സമയത്ത് കൃപ. ഗ്രേസ് ഈസ് ഡിവൈൻ എനേബിൾമെൻറ്റ്. കൃപ എന്ന് പറയുന്നത് കൃപയാൽ കഷ്ടിച്ച്. ഈ ഗ്രേസ് മാർക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് 210 മാർക്കായിരുന്നു SSLC ജയിക്കാൻ വേണ്ടത് ഞങ്ങളുടെയൊക്കെ കാലത്ത്. നിങ്ങളുടെ കാലത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ അതിനുശേഷം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയും. SSLC എന്നുള്ളത് അധികം ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അന്ന് 210 മാർക്കാണ്, 600-ൽ 210 മാർക്ക്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ 200 കിട്ടി. അപ്പോൾ 10 മാർക്ക് എന്ത് ചെയ്യും, ഗ്രേസ് മാർക്കായിട്ട് കൊടുത്തിട്ട് ഇവരെ അങ്ങ് കയറ്റി വിടും. ഒരു വർഷം കളയണേ, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഗ്രേസ് മാർക്ക് അതിൻ്റെ ഒരു റേഞ്ചുണ്ട്. ഇത്ര വരെ കിട്ടിയത് 190 എന്തോ വരെ കിട്ടിക്കുക, ബാക്കി ഗ്രേസ് മാർക്കിൽ അങ്ങ് കയറിപ്പോകും. അപ്പോൾ SSLC ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കും, മാർക്ക് ഷീറ്റിൻ്റെ ഒരു പേജുണ്ട്. അവിടെ എടുത്ത് നോക്കുമ്പോൾ ഗ്രേസ് മാർക്കിൽ പോകുന്ന ആളെ കണ്ടറിയാം. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടവരാണ്. ആർക്കും മാർക്കില്ല. നോ വൺ ഈസ് റൈച്ചസ്. നീതിമാനായി ആരുമില്ല. ഹല്ലേലൂയ. ഇനി കൃപയും നമ്മുടെ മനസ്സൊരുക്കവും തമ്മിൽ എന്ന് കൂട്ടിമുട്ടുമോ അപ്പോൾ ഒരു മൂവ്മെൻ്റായി മാറും. അതായത് വെൻ ഗ്രേസ് മീറ്റ്സ് വില്ലിങ്നെസ്, മൂവ്മെൻറ്റ് ഹാപ്പൻസ്. കൃപ മനസ്സൊരുക്കവുമായി കണ്ടുമുട്ടുമ്പോൾ, അഥവാ കൃപ ഇങ്ങനെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. ഇനി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തീരുമാനിക്കുന്നു, എനിക്ക് കർത്താവിനായി ജീവിക്കണം, എനിക്ക് കർത്താവിനെ ശുശ്രൂഷിക്കണം. എന്നെ കർത്താവ് കൃപയാൽ രക്ഷിച്ചെങ്കിൽ അനേകർ കൃപയാൽ രക്ഷപ്പെടണം. എൻ്റെ അയൽക്കാർ രക്ഷപ്പെടണം, എൻ്റെ മാമൻ രക്ഷപ്പെടണം, എൻ്റെ മാമി രക്ഷപ്പെടണം, എൻ്റെ അയൽക്കാരൻ രക്ഷപ്പെടണം, എൻ്റെ വീട്ടിൽ പത്രമിടുന്ന ആൾ രക്ഷപ്പെടണം. ഇങ്ങനെ ഉള്ളിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു ഒരുക്കം വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേര് രക്ഷപ്പെടും. നമ്പർ 3, ഗ്രേസ് കവേഴ്സ് വീക്ക്നെസ് ബട്ട് പ്രൊഡ്യൂസസ് സ്ട്രെങ്ത്. ബലഹീനതയെ പൊതിഞ്ഞ് ശക്തിയെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൃപ. ഗ്രേസ് ഡസ് നോട്ട് ഇഗ്നോർ വീക്ക്നെസ്സസ്. നമുക്കൊത്തിരി ബലഹീനതകളുണ്ട്, കേടുകളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. അതിനെ കണ്ടില്ലെന്ന് വയ്ക്കുകയല്ല ചെയ്യുന്നത് കൃപ. എല്ലാവരും ഉറക്കെ പറഞ്ഞ കൃപ. ഇറ്റ് ട്രാൻസ്ഫോംസ് ഇറ്റ് ടു എ പ്ലാറ്റ്ഫോം ഫോർ ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുന്നൊരു സ്റ്റേജായി മാറും, ഒരു പ്ലാറ്റ്ഫോമായി മാറാൻ ഒരു വലിയ രൂപാന്തരം നമ്മൾ കൊണ്ടുവരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എഴുതിക്കോ, 2 Corinthians 12:10, 2 Corinthians 12:10, when I am weak then I am strong. ഹല്ലേലൂയ. എല്ലാവരും അതൊന്ന് ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇടാമോ? വെൻ ഐ എം വീക്ക് ദെൻ ഐ എം സ്ട്രോങ്. അല്ലെങ്കിൽ ലൈവ് ചാറ്റിലിടുക, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എല്ലാവരും ഒന്ന് ആക്ഷനൊക്കെ ഒന്ന് കാണിച്ച്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്, പക്ഷേ ദൈവകൃപ എന്നെ ശക്തീകരിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായ സ്വർഗം തുറന്ന സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറൊക്കെ ഓപ്പൺ ചെയ്ത ശുശ്രൂഷകൾ വെളിപ്പെട്ടത് ശാരീരികമായും ചിലപ്പോൾ മാനസികമായും ഒക്കെ വളരെ ക്ഷീണാവസ്ഥയിൽ, എനർജി ഇല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനർജി ഇല്ലെന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും ദൈവകൃപയുടെ ഫ്ലഡ് വന്ന്
ഇരമ്പിപ്പാഞ്ഞു കയറി ദൈവമഹത്വത്തിനായി കാര്യങ്ങൾ ചെയ്യുന്നത്. സാം 84:11 നിങ്ങളുടെ ബൈബിളുണ്ടോ നോക്കി. സങ്കീർത്തനം 84:11 ദ ലോർഡ് ബെസ്റ്റോസ് ഫേവർ ആൻഡ് ഓണർ. കർത്താവ് കൃപയും ബഹുമാനവും നൽകുന്നു, അല്ലെങ്കിൽ ദയയും ബഹുമാനവും നൽകുന്നു. റോമൻസ് 3:24 ജസ്റ്റിഫൈഡ് ഫ്രീലി ബൈ ഹിസ് ഗ്രേസ്. കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രേസിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഈ വർഷം മൊത്തം ഇരുന്ന് പറയേണ്ടി വരും. അടുത്ത വർഷം, പിന്നത്തെ വർഷവും, അതിൻ്റെ പിന്നത്തെ വർഷവും, എൻ്റെ മരണം വരെ പറയേണ്ടി വരും. അത്ര ഭയങ്കരമാണ്, അഗാധമാണ്, ഗഹനമാണ് ഗ്രേസ്, കൃപ. എല്ലാവരും പറ കൃപ, ടൈപ്പ് ചെയ്തുക കൃപ. ഗ്രേസ് ഫിൽസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ എബിലിറ്റി ആൻഡ് യുവർ അസൈൻമെൻറ്റ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഇത്രേ കഴിവേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ലറാണ് ഗ്രേസ്. പഠിക്കാൻ കഴിവില്ല, മാത്തമാറ്റിക്സ് ഒട്ടും പറ്റുന്നില്ല. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അലർജിയാണ്. വയറിലൊക്കെ ഭൂകമ്പം നടക്കുകയാണ്. കണക്ക്, ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ രാത്രി സ്വപ്നം കാണും കണക്ക് ടീച്ചറിനെ. ചിലക്ക് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയാൻ ഒന്നും, ചരിത്രം ഒന്നും തലയിൽ നിൽക്കുന്നില്ല. അത് അത്രയുള്ള കഴിവ്. പക്ഷേ നമുക്ക് പരീക്ഷ എഴുതി പാസ്സാവണ്ടേ. അവിടെയാണ് ഗ്രേസ്. കൈ അങ്ങ് പിടിച്ച് കൂപ്പി, എൻ്റെ കർത്താവ്, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല. നീയാണ് എൻ്റെ തലച്ചോറിനെ സൃഷ്ടിച്ചത്. തലച്ചോറൊന്ന് റീവയർ ചെയ്ത്, ഒന്ന് റീഡിസൈൻ ചെയ്ത്, ഒന്ന് റീഷേപ്പ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വാവ് 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 തുറക്കാൻ തുടങ്ങും. ഓരോന്നും ഓരോ ഫോർമുല മനസ്സിലാകാൻ തുടങ്ങും. ഓരോ ഇയറുകൾ, ഓരോ രാജാക്കന്മാരുടെ കാലം, ആ ചരിത്രം, ഈ ചരിത്രം, ഈ മറ്റേ എന്താണ് സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം, ഇതെല്ലാം ക്ലിയറായി തെളിഞ്ഞു വരാം. കാരണം പരിശുദ്ധാത്മാവ് ഓർമ്മയുടെ ആത്മാവാണ്. അവിടെയാണ് ഗ്രേസ് ആവശ്യം. ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റാർട്ടിങ് പ്രോബ്ലം. ഒത്തിരി പേർക്ക് സുവിശേഷക്ക് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണം, മറ്റുള്ളവരെ നേടണം, ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്. രാവിലെ എൻജിൻ സ്റ്റാർട്ടാവില്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് ആവശ്യം? കർത്താവേ, എൻ്റെ ബലഹീനത ഇതാണ്, എന്നാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. അങ്ങൊന്ന് പ്രവർത്തിക്കണേ. അപ്പോൾ ഗ്രേസ് ഒഴുകാൻ തുടങ്ങും. ഞാൻ ഇന്ന് ഓർക്കുന്നു, 1994 ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് അകത്ത്. ഭയങ്കര ആഗ്രഹം, ഭയങ്കരമായി ശുശ്രൂഷിക്കണം, ആയിരങ്ങളോട് സുവിശേഷം പറയാം, ഭയങ്കര ആഗ്രഹം. പക്ഷേ ഒരു 3 പേരുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ ചുണ്ട് വരയ്ക്കും, ധൈര്യമില്ല. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കാനൊരു ദേവദാസം വന്നിട്ട് പറയാം, നിനക്ക് ഭയങ്കരമായ ആഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിനുവേണ്ടി ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിൻ്റെ ധൈര്യമില്ലായ്മ നിമിത്തം പലതും നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ അന്ന് തുടങ്ങി ഒരു കരച്ചിലൂടെ, എൻ്റെ കർത്താവേ. പ്രവാചകനും അത് തന്നെ പറയുന്നത്, കർത്താവ് ഇത് അറിഞ്ഞല്ലോ. കരയാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് എന്നെ മാറ്റാൻ തുടങ്ങി. ചില സമയത്ത് നമ്മുടെ കയ്യിലൊരു എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. പക്ഷേ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും അതിൻ്റെ സോക്കറ്റ്, പ്ലഗ് പോയിൻ്റ് കുറേ അകലെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് എക്സ്റ്റൻഷൻ കോഡ്. എത്ര പേർക്ക് അറിയാം? അറിയാമെങ്കിൽ അറിയാമെന്ന് ലൈവ് ചാറ്റിലിട്. എക്സ്റ്റൻഷൻ കോഡ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ചില സമയത്ത് റൗണ്ടിലായിരിക്കും, കുറേ പിന്നുകൾ കുത്താനുള്ള ഹോളുകളുണ്ടായിരിക്കും. അതിങ്ങനെ വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ വരും. അതിന് പല ടൈപ്പുണ്ട്, നീണ്ടതുണ്ട്, റൗണ്ടിലുണ്ട്, പല ആകൃതിയിൽ, ഷേപ്പിലൊക്കെ ഭയങ്കരമായ രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഈ എക്സ്റ്റൻഷൻ കോഡാണ് ഗ്രേസ്. പവർ സോക്കറ്റ് അവിടെയാണ്, പവർ സോഴ്സ് അവിടെയാണ്. പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല. ഈ കൃപ വന്ന് എന്നെ അതുമായിട്ട് കണക്ട് ചെയ്യും. അതോടുകൂടെ ഞാൻ എംപവേർഡ് ആകുകയാണ്, എൻ്റെ മേൽ ശക്തി ഒഴുകുകയാണ്. ആ എക്സ്റ്റൻഷൻ കോഡാണ് ഗ്രേസ്. 2 കൈകളും ഉയർത്തി താങ്ക് യു ജീസസ്. രാവിലെ ഒരു 10 പ്രാവശ്യം, അല്ല ഒരു 7 പ്രാവശ്യം കൂടി ഹല്ലേലൂയ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെങ്കിൽ അന്ന് മുമ്പിൽ വരുന്ന സകല പൈശാചിക ശക്തികളും, അയ്യോ ഇന്ന് രാവിലെ കതിനാവടി പോലെ അന്യഭാഷ പറഞ്ഞ ആ മനുഷ്യനെ വരുന്നു, എനിക്ക് പേടിയാകുന്നേ. എല്ലാ പൈശാചിക ശക്തിയിലും യൂട്ടേൺ എടുത്ത് പോകും, അടുത്തോട്ട് പോലും വരില്ല. ഹല്ലേലൂയ. ഗ്രേസ് ഈസ് കണക്ഷൻ ടു ഡിവൈൻ സപ്ലൈ.
നമ്പർ 4 ലാസ്റ്റ്, ഗ്രേസ് മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്. കൃപ പാഴാക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞ് കൃപ പാഴാക്കരുത്. ഗ്രേസ് മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ 1000 പേര് ടൈപ്പ് ചെയ്യും. ഗ്രേസ് മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്. അതും ഇതൊക്കെ ഈ കമൻറ്റ് സെക്ഷനിൽ ഇടാതെ ഈ പറയുന്നതങ്ങ് എടുത്തിട്, ഒത്തിരി പേര് കാണട്ടെ. ഇതിന് ശേഷം ഈ കമൻറ്റ് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഗ്രേസ് മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്, ഗ്രേസ് മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്. കൃപ പാഴാക്കരുത്, കൃപ പാഴാക്കരുത്. എത്ര പേരത് കൃപ പാഴാക്കരുത്, കൃപ പാഴാക്കരുത്, കൃപ പാഴാക്കരുത്. വാവ്. അപ്പോൾ അവരും വിചാരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഞാൻ പാഴാക്കില്ല. അതിന് നിങ്ങളും ഉത്തരവാദിയാണ്. നിങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടും. പൗലോസ് പറയുന്നത് ഹിസ് ഗ്രേസ് ടു മീ വാസ് നോട്ട് വിതൗട്ട് ഇഫക്റ്റ്. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായില്ല. ഗ്രേസ് ക്യാൻ ബി റിസീവ്ഡ് ആൻഡ് നെഗ്ലക്റ്റഡ്. ഒത്തിരി പേരുടെ, ഒരുപക്ഷെ ബില്യൺസ് ഓഫ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ബിലീവേഴ്സ്, കോടിക്കണക്കിന് വിശ്വാസികളും കൃപ സ്വീകരിച്ചു, അതിനെ അവഗണിച്ചു, അതിനെ യൂസ് ചെയ്തില്ല. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയല്ല ചെയ്തത്. മറ്റ് അപ്പോസ്തലന്മാരേക്കാൾ, മറ്റ് ശുശ്രൂഷകരേക്കാൾ, മറ്റ് പ്രവാചകന്മാരേക്കാൾ, മറ്റ് സുവിശേഷകരേക്കാൾ എല്ലാവരേക്കാളും അധ്വാനിച്ചു, അത്യന്തം അധ്വാനിച്ചു. 2 Corinthians 6:1 Do not receive God's grace in vain. ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായിട്ടല്ല സ്വീകരിച്ചത്. ഹീബ്രൂസ് 12:15, എബ്രായലേഖനം 12:15 see that no one falls short of the grace of God. ആരും കൃപയിൽ നിന്നും വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. 1 Peter 4:10, 1 പത്രോസ് 4:10 യൂസ് വാട്ട് എവർ ഗിഫ്റ്റ് യു ഹാവ് റിസീവ്ഡ് ടു സെർവ് അതേഴ്സ്. നിങ്ങൾക്ക് ലഭിച്ച ഏത് കൃപയും മറ്റുള്ളവരെ സേവിക്കാനായി, ശുശ്രൂഷിക്കാനായി ഉപയോഗിച്ചുകൊള്ളുവിൻ. ഗ്രേസ് ഈസ് നോട്ട് പാസീവ് കംഫർട്ട്, ഇറ്റ് ഈസ് ആക്റ്റീവ് എംപവർമെൻറ്റ്. ഈ ഒരു നിഷ്ക്രിയമായ രീതിയിൽ നമ്മളൊന്ന് ആശ്വസിപ്പിക്കുന്നൊരു സാധനമല്ല കൃപ. പകരം നമ്മെ സുസജ്ജരാക്കുന്ന, ശക്തീകരിക്കുന്ന ഒന്നാണ്. ചില ആളുകൾക്ക് ചിലരുകൊണ്ടൊന്ന് ഗിഫ്റ്റ് കൊടുക്കും. ചില ആളുകൾ എന്ന് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടും, അതിനുള്ളിൽ എന്തായിരിക്കും ഈ പൊതിക്ക, ഈ റാപ്പിനുള്ളിൽ എന്തായിരിക്കും, പെട്ടെന്ന് ക്യൂരിയോസിറ്റി ഭയങ്കര. കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ, കിള്ളി പൊളിച്ച് പറിച്ച് കീറി അതിൻ്റെ ചിലരുണ്ട് ഗിഫ്റ്റ് അവിടെ വെച്ചു, അതിനുശേഷം അവർ ആ ഭാഗം തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ വരുമ്പോൾ ആ ഗിഫ്റ്റ് തന്ന ആളെ അവഗണിക്കുന്നു, ഗിഫ്റ്റിനെ അവഗണിക്കുന്നു. ഇതുപോലെയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ച വലിയ കൃപാവരം നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ചാൻസ് ഇല്ല. ഈച്ച് വൺ ഗെറ്റ്സ് ഓൺലി വൺ ചാൻസ് ഓൺ പ്ലാനറ്റ് എർത്ത്. കൈനീട്ടാമോ? കർത്താവേ, അങ്ങയുടെ കൃപ പാഴാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് കേട്ട് എല്ലാവർക്കും ധാരാളം കൃപ ലഭിക്കട്ടെ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് എന്നോട് ചേർന്ന് പറയാം, യേശുവേ, രക്ഷാകരമായ കൃപ എനിക്ക് വേണ്ടി ഉദിച്ചതിനായി നന്ദി. യേശുവിനെ കർത്താവായി രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിത്യജീവൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങേയ്ക്കായി ജീവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കൈനീട്ടി പിടിക്കാം. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഡയബറ്റിക് ആയിട്ടുള്ളവർ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ കാതിൽ പഴുപ്പും വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മെനഞ്ചൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപ്രോസിസ് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോളൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിനിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ നീർക്കെട്ടും നീരൊക്കെ വന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, വലിയ സൗഖ്യം എല്ലാവർക്കും കൽപ്പിച്ചതിനായി നന്ദി. മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കളെ കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ. ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.